ഒരു ലൈവ് ട്രേഡിൽ ഒരു ലൈവ് ട്രേഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ്. ഓക്കെ, ട്രേഡ് ക്രൂഡ് ഓയില് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഒരു സാധ്യത കിടക്കുന്നുണ്ട്. ഒരു സ്വീപ്പിംഗ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിലൊരു സ്വീപ്പിംഗ് വന്നു, അടുത്തൊരു സെല്ലിങ്ങിനൊരു കണ്ടിന്യൂഷൻ. എന്നാൽ തിരിച്ച് വീണ്ടും അതിൻ്റെ ലോ എത്തിയപ്പോഴേക്കും, ഡേ ലോ എത്തിയപ്പോഴേക്കും തിരിച്ച് മാർക്കറ്റ് കയറി സൈഡ് വേസ് കയറി പോവുകയാണ്. ആക്ച്വലി ഇത് കൃത്യമായിട്ട് വരുമായിരുന്നെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് ഈ ഒരു ഏരിയയിലായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിലിൽ ആക്ച്വലി ഈ ഫോള് കംപ്ലീറ്റ് ചെയ്തേനെ. ഇപ്പോൾ തിരിച്ച് വീണ്ടും സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. സോ ഇതിപ്പോൾ ഒരു സ്വിങ് ഏരിയയിലേക്ക് പോയി, പക്ഷെ സ്റ്റിൽ അത് വീക്ക് തന്നെയാണ്. ഈ ട്രേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു വന്നു, തിരിച്ച് കയറി ഈ ഒരു ഏരിയയിൽ വന്നു, തിരിച്ച് വീണ്ടും ഇവിടെ ഹിറ്റ് ചെയ്തു. ഇതിപ്പോൾ ഇതുവരെ വന്നു. ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഇത് ഇങ്ങനൊരു പാറ്റേൺ ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബോട്ടം. സോ വീണ്ടും ഇത് താഴേക്ക് പോകാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. നേരത്തെ പൊസിഷൻ എടുത്തത് ഇത്രയേ ഉള്ളൂ. ഈ സ്വീപ്പ് നടക്കുന്ന സമയത്ത് ഒരു പൊസിഷൻ എടുത്തു, ക്യാൻഡിൽ നെഗറ്റീവ് ആകുന്ന സമയത്തൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ. അത് ആക്ച്വലി ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് സമയം എക്സ്ട്രാ എടുത്ത് ആണ് പോവുക. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ. കുറച്ച് ടൈം എടുക്കും. ഈ വീഡിയോ എത്രത്തോളം ലെങ്തി ആവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് കയറിപ്പോവാൻ നമ്മുടെ പ്രീമിയം മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഐഡിയ. കൺട്രോൾ ഓക്കെ. യൂഷ്വലി ഇതിൻ്റെ അനാലിസിസ് എല്ലാം ഞാൻ മൊബൈലിലാണ് ചെയ്യുക. അപ്പോൾ ഇതിന് ഒരുപാട് ലൈൻസ് ഉണ്ട്. ഈ ലൈൻസ് എല്ലാം ഓൾറെഡി മൊബൈലിലാണ് വരച്ചിട്ടിരിക്കുക. ഇത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ അത് കിട്ടാത്തതാണ്. ഓക്കെ, ഇതിൻ്റെ ലെവൽസ് 4 ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുത്തിട്ടതാണ്. ഓക്കെ, സെക്കൻഡ്. ഇതാണ് എടുത്തിരിക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീമിയം എടുത്തിരിക്കുന്ന പ്രൈസ് ഓൾമോസ്റ്റ് 158.8. അതായത് ഈ ഒരു ലോ വിടുന്നു, ആ ലോയിൽ 156 റേഞ്ചിൽ വന്നാണ് എടുക്കാൻ. ആ സമയത്ത് പറ്റിയില്ല. എടുത്തത് 158.8ലാണ്. ഗ്രൂപ്പിനകത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓർഡർ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഓർഡർ ഞാൻ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഓർഡറിൻ്റെ പ്രൈസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇതിന് ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാനിത് കുറച്ച് ലോങ്ങിലേക്ക് വച്ചിരിക്കുവാണ്. ആക്ച്വലി അത്ര പെർഫെക്റ്റ് അല്ല എങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ 168 to 172 റേഞ്ചിലാണ്. ഓക്കെ, ഓക്കെ. ഞാൻ പേഴ്സണലി ബുക്ക് ചെയ്യേണ്ട ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്. പാർഷ്യലി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഞാനത് ബുക്ക് ചെയ്തിട്ട് വരേണ്ടതാണ്. നോക്കാം.
ഓക്കെ, ഞാൻ തൽക്കാലം എൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട്, വീഡിയോ മ്യൂട്ട് ചെയ്ത് ഞാൻ ആ പൊസിഷൻ ഫസ്റ്റ് ഒഴിവാക്കേണ്ട കുറച്ച് പൊസിഷൻസ് ഉണ്ട്, അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ടാർജറ്റിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാനൊരു സെക്കൻഡ് ഒന്ന് വെളിയിൽ ഇറങ്ങുവാണ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ് അവിടെ ഹിറ്റ് ചെയ്തത്. 168 റേഞ്ചിൽ ആദ്യത്തെ ക്വാണ്ടിറ്റി എനിക്ക് ഒഴിവാക്കണം. ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വന്നിട്ട് പ്രൈസ് കുഴപ്പമില്ല, ഞാൻ ഒഴിവാക്കിയിട്ട് തിരിച്ച് ബാക്കി വന്ന് 172 ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ഓഡിയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, 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 അത് ഞാനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വരാം. 66. ഓക്കെ, ആദ്യത്തെ 167 പോയിട്ടുണ്ട്. ഫർദർ ക്വാണ്ടിറ്റീസ് ഞാൻ കുറച്ചുകൂടെ മേളിൽ കയറിയിട്ട് ഒഴിവാക്കാം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. 167 ആണ് ഉദ്ദേശിച്ചത്, 166 പോയിൻറ്റ് സംതിങ്ങിൽ ഒഴിവായിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് വീണ്ടും സ്ക്രീനിലേക്ക് വരാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ അതിനകത്ത് ഒഴിവാക്കി. എൻ്റെ ടാർജറ്റ്സ് ഞാൻ ആക്ച്വലി ഓക്കെ ഓക്കെ ഫസ്റ്റ് ടാർജറ്റ് എൻ്റെത് ഹിറ്റ് ചെയ്തു. 167 എത്തിയപ്പോഴേക്കും എനിക്കത് കൊടുക്കണമായിരുന്നു. അപ്പോൾ 166 പ്ലസ് ഉള്ള എന്ത് പ്രൈസിനും കൊടുക്കാം. അപ്പോൾ 166 പോയിൻറ്റ് സംതിങ്ങിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത എനിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇനി കുറച്ച് ക്വാണ്ടിറ്റി കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ കുറച്ചുകൂടെ ഹയർ പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു കംഫർട്ടബിലിറ്റി ഉണ്ടാവും. ഇതിൻ്റെ ടാർജറ്റ് ഇനിയും കിടപ്പുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ പൊസിഷനിൽ നേരത്തെ ഒരു എക്സിറ്റ് കൊടുക്കുന്നത്, ഇതിനെ വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഴ്ച വീഴുന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ആക്ച്വലി യഥാർത്ഥ ഷോർട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. ഇത് 804 താഴെ ക്ലോസ് ചെയ്ത ഈ ഒരു ക്യാൻഡലിലാണ് യഥാർത്ഥ ഷോർട്ടിങ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ടാർജറ്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കുറച്ച് മുന്നേ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫൈനൽ ടാർജറ്റ് ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. 5700, 5684 വരെയൊക്കെ അടുത്ത ടാർജറ്റ് ഉണ്ട്. എങ്കിലും ബയ്യർ ചിലപ്പോൾ ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബയ്യർ എങ്ങാനും ഓർഡർ ഒന്നാമത് 6 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ 6 മണി 8 മണി എന്നിങ്ങനെ 2 സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്വിച്ച് ചെയ്യപ്പെടുക. അപ്പോൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ
ക്വാണ്ടിറ്റി കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ അടുത്ത് ഹിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിലായിരിക്കണം ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പി ആൻഡ് എൽ എന്ന് പറയുന്നത്. പി ആൻഡ് എൽ ഞാൻ അധികം അതിന് ഇടുന്നില്ല. ഓർഡർ ഞാൻ എന്തായാലും ഇട്ടിരിക്കാം, ഞാൻ എവിടെ എക്സിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഞാൻ അവിടെ ഗ്രൂപ്പിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കാം. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇത് ഷെയർഡാണ് ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഇത് ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ ആയിട്ട് ഷെയർ ചെയ്യുന്നതല്ല. നല്ല ട്രേഡ് കാണുമ്പോൾ എല്ലാവർക്കും കാശ് കിട്ടണം എന്നുള്ളൊരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് യെസ്. ഓക്കെ, ഇതാണ് ആ ഒരു ട്രേഡിൻ്റെ സെറ്റപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്നത്. ഓക്കെ, ഈ ഒരു ട്രേഡ് 5740, ഓക്കെ, 5744 റിജക്ഷനിൽ ഒരു ട്രേഡിൻ്റെ സെറ്റപ്പാണ് അവിടെ പറഞ്ഞിരുന്നത്. യഥാർത്ഥ ട്രേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ താഴെ വരുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു. ഓൾറെഡി എടുത്ത പ്രൈസ് ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 165+ ആണ്. അതിനുശേഷം നല്ല മൊമെൻറ്റം വരേണ്ട സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു പൊസിഷനെ ഞാൻ കയ്യിൽ കീപ്പ് ചെയ്തിരുന്നത്. സോ അത് ഓൾറെഡി എനിക്ക് ഫേവറബിൾ കണ്ടീഷൻ ആയിട്ടുണ്ട്. 170+ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ ഇത് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലൈവ് വീഡിയോയ്ക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ വീഡിയോയിൽ ഞാൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5712 ഞാൻ അവിടെ കീപ്പ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു പ്രൈസ് എന്ന് പറയുന്ന 5704 ഗ്രൂപ്പിൽ സ്ഥിരം പറയുന്ന ഒരു പ്രൈസ് ആക്ഷൻ നമ്പറാണ്. സോ ആ പ്രൈസ് ആക്ഷൻ നമ്പറിനെ റെസ്പെക്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. പൊസിഷൻ ഒഴിവാക്കേണ്ടതാണെങ്കിൽ പൊസിഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. 170 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 170 അതിനെ എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം ഇതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അത് മൂവ് ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ നമുക്കതിനെ ക്യാരി ചെയ്യാം. ഓക്കെ, അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം അതിനകത്ത് വന്നിട്ടുണ്ട്. 172 കയറി വരേണ്ടതാണ്. ഓക്കെ, അത് വരട്ടെ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് വരാം. 171 മാന്യമായിട്ടുള്ള ലാഭമാണ്. ഓക്കെ, ഓക്കെ, പൊസിഷൻ ആക്ച്വലി എക്സിറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 170.6 ആണ് ഞാൻ ഇട്ടിരുന്നത്. ഐ തിങ്ക് യെസ്, എക്സിറ്റ് ആയിട്ടുണ്ട്. പൊസിഷൻ 170.7 എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് പൊക്കോട്ടെ. അത് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 172 ആണ് അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ലൈവിൽ കയറുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് എന്ന് ഞാൻ മനസ്സിൽ കരുതിയ ഒരു പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തതുകൊണ്ട് ആ നമ്പർ എത്തുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഡിമാൻഡ് ചെയ്തിട്ടുള്ള എന്താണോ അതിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തതാണ്. ഞാൻ ഉദ്ദേശിച്ച നമ്പർ ഹിറ്റ് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ തിരിച്ചൊന്ന് കണക്റ്റ് ആവാം. ഒരു മിനിറ്റ്. ഓക്കെ, ഫൈൻ. കണക്റ്റ് ആയില്ല. ഓക്കെ, അഗെയിൻ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഡിവൈസിൽ കണക്ഷൻ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഫൈനലി എന്തായാലും അതിൻ്റെ ടാർഗറ്റ് ഏരിയ
കണക്ഷന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. തൽക്കാലം നിങ്ങൾ ആ കണക്ഷൻ തൽക്കാലം വിട്ടേക്കുക. നിങ്ങൾക്ക് കാര്യം ഇത് ട്രേഡിൻ്റെ ഐഡിയ മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ട ഏരിയ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5708 ഓൾമോസ്റ്റ് 10 വരെ വന്നിട്ടുണ്ട്. ഈ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് തൊട്ടില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പേഴ്സണലി ഞാൻ മനസ്സിൽ കീപ്പ് ചെയ്തിരുന്ന പ്രൈസ് എനിക്ക് ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കി. ഇതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വരെ വന്ന് ഹിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് ഈ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ നിന്നിട്ടേ വീഴുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടും. പക്ഷേ ഓൾറെഡി ഒരു ട്രേഡ് തീർന്ന് അതിൻ്റെ വീക്ക് എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സെല്ല് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരും, ബൈ ചെയ്യാനും ആൾ കുറവുള്ള. അപ്പോൾ സെല്ലർ കുറഞ്ഞ് വരുമ്പോഴേക്കും ബയ്യറിന് ഓട്ടോമാറ്റിക്കലി ഓർഡർ ട്രിഗർ ചെയ്യും. അങ്ങനെ ബയ്യറിൻ്റെ ഓർഡർ ട്രിഗർ ചെയ്യുകയും അവിടെ സെല്ലിങ്ങിൻ്റെ ഒരു എൻഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സോ ആ ഒരു എൻഡ് കാണാറായതുകൊണ്ടാണ് ഒരിക്കലും 172 എന്നുള്ളൊരു ടാർജറ്റ് പ്രൈസ് കീപ്പ് ചെയ്യുന്നതിനേക്കാളും മാന്യമായിട്ടുള്ള ലാഭം കിട്ടുക. അതുപോലെ നമ്മുടെ ടാർജറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഒരു ബഫറിങ് കൊടുക്കാം. ഒരു +or-8 എന്ന് പറയുന്നത് ഒരു ബഫറിങ് ആയിട്ട് ഇടാം. അപ്പോൾ 5704 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്മളെപ്പോഴും ബോക്സ് വരയ്ക്കാറുണ്ടല്ലോ. ഒരു ഏരിയയിൽ എത്തുമ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പ്രീവിയസ് ഏരിയ വരുമ്പോഴേക്കും നമുക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഒരു 8 പോയിൻ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 8 അല്ല, ഒരു 6 പോയിൻ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു വിഷയമുള്ളൊരു സംഭവമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്, ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. എനിക്ക് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്രൂഡ് ഓയിൽ ആക്ച്വലി ഇത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത സെറ്റ് ഓഫ് ഫോള് അവിടെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ഫോളൊക്കെ ക്യാച്ച് ചെയ്യേണ്ടതാണ്. ആ ഒരു ഫോള് ആക്ച്വലി ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ നിന്ന് തന്നെ ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. 3 ക്യാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നതിനെ ട്വീസർ ക്യാൻഡിൽ അല്ലെങ്കിൽ 3 ക്യാൻഡിൽ പാറ്റേൺ എന്നാണ്. ട്വീസർ അല്ല, ഇത് 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഈ പോയ ക്യാൻഡിലിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊന്നും ഞാൻ ലൈവിൽ ഇല്ല എന്നുള്ളത് കാരണം എപ്പോഴാണോ അവൈലബിൾ ആയിരിക്കും അപ്പോൾ കിട്ടുന്ന ട്രേഡ്. അപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച നല്ലൊരു പേസിലുള്ള മൂവ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നാലും ഡയറക്ഷൻ PE സൈഡ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പൊസിഷൻ അവിടെ എടുത്തു. കൃത്യമായിട്ടുള്ള SL വെറും 3 പോയിൻ്റ് SL കീപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് 170ക്ക് SL എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 12 പോയിൻ്റ്. 3:12 എന്ന് പറയുമ്പോൾ 1:4 ആയിരുന്നു നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അത് കിട്ടി. ഇത് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ 1:4.7 ആയിരുന്നു. 1:2 മേളിൽ കിട്ടിയാൽ പോലും ദാറ്റ് ഈസ് നൈസ്. ഇത് 1:4 വരെ കിട്ടിയിട്ടുണ്ട്. 4.7 കിട്ടിയിട്ടില്ല, 4 വരെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ്. അതിനുശേഷം ബൈയിങ് സൈഡിലേക്ക് തിരിച്ച് കയറിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗ്രൂപ്പിലുള്ളവരിത് കാണുകയും ഇതിന് വ്യൂവേഴ്സ് വരുമ്പോഴാണ് അത് അടുത്ത ആളിലേക്ക് എത്തുക. സോ ഗിവ് സപ്പോർട്ട്. Thank you. Take care. Bye.